വീഡിയോ എടുക്കാനെ കൊണ്ട് സമ്മതിക്കത്തില്ല, കൊച്ചും സമ്മതിക്കത്തില്ല, കുറേ വേട്ടാപ്പളിയന്മാരുണ്ട്, അമ്മമാരും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇരുട്ട് എന്ന് പറഞ്ഞൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മേളെ ഒരു ചന്ദ്രനെ കാണിച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തില്ലേ, അപ്പോൾ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ശൂന്യാകാശം അതായത് ഫുള്ള് ബ്ലാക്ക് എന്നാണ് ഉണ്ടായത്, മനസ്സിലായി? അതായത് ഈ ലോകം എന്ന് പറയുമ്പോൾ ഫുള്ള് ബ്ലാക്കാണ്. അപ്പം കുറേ സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അത് ചെറുതായിട്ട് പറയാം കേട്ടോ. ഈ ബിഗ് ബാങ് എന്ന് പറഞ്ഞ സംഭവത്തിലൂടെയാണ് ഏത് നമ്മുടെ ഭൂമി ഉണ്ടായത്. അതിനു മുമ്പേ മറ്റേത് ഉൽക്ക പോലുള്ള സംഭവങ്ങളായിരുന്നു. അതങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ച് ആദ്യം ഒരു തീഗോളം പോലെ ആയിരുന്നു. പിന്നെ അത് മാറി ചെറിയ പച്ചപ്പായി ഡൈനോസർ, അങ്ങനെ കുറച്ച് സെറ്റപ്പ്. നമുക്ക് അറിയാവുന്നത് ഡൈനോസർ തൊട്ടുള്ളതാണ്. അതിനും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉണ്ടായിരുന്നു ഈ ബിഗ് ബാങ്ങിന് മുമ്പ്. അതിനും ആ സമയത്ത് എന്തെല്ലാം ജീവികളോ അല്ലെങ്കിൽ ജീവവർഗങ്ങളോ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്നും അല്ല സംഭവം. ഞാൻ കഴിഞ്ഞ ദിവസമല്ല, പണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സത്യത്തിൽ ഞാൻ അങ്ങനെയല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ആദ്യം ഞാൻ പറഞ്ഞു, അളിയ സത്യത്തിൽ ദൈവമില്ല. അപ്പം അവൻ നല്ല പഠിക്കുന്നവനോ വിദ്യാഭ്യാസമുള്ളവനോ എല്ലാം ശരിയാണ്. പക്ഷേ ഞാൻ ഈ കുറേ കാര്യങ്ങളോ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ അവനങ്ങ് വിശ്വസിക്കും. സത്യത്തിൽ ഇത് മണ്ടത്തരമല്ല. പക്ഷേ അവൻ എൻ്റെ സുഹൃത്തായതുകൊണ്ടും ഞാൻ എന്ത് പറഞ്ഞാലും അവനിങ്ങനെ കേട്ടങ്ങിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അളിയ ദൈവമില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ആ ശരിയാണ്, ഹിന്ദു, മുസ്ലിം, ബുദ്ധിസം ഇതൊക്കെ മനുഷ്യർ ഉണ്ടാക്കിയതാണ്, മനസ്സിലായോ? എന്നിട്ട് നമ്മളാ ഒരു ടച്ചങ്ങ് കേട്ടോ, ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ്. അപ്പോൾ അവൻ സമ്മതിച്ച് ശരിയാ. പിന്നെ ഞാനും ഇവനൂടെ വേറൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ബീച്ചിൽ പോകുന്നു. ആ ടൈമിൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ആ മൊബൈൽ പണി തന്ന കേട്ടോ, 256 GB മൊബൈലാണ്, സ്റ്റോറേജ് ഫുള്ള്. ഞാൻ ഒരു 5-6 മിനിറ്റ് കാര്യം പറഞ്ഞു, എല്ലാം വെറുതെ. അപ്പം ഒന്നുകൂടെ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ പറഞ്ഞു വന്ന് നിർത്തിയത് വീഡിയോ സേവ് അയക്കുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞതെന്നു, തിരുവനന്തപുരത്ത് ബീച്ചിൽ പോയപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞടാ, സത്യത്തിൽ ദൈവമുണ്ടെന്ന് പറയാൻ കാരണം എന്താ? അതായത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ല, ബിഗ് ബാങ്, ഈ ബ്ലാക്ക്, ഇരുട്ട്, ശൂന്യാകാശം ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണ്ട ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ. അങ്ങനൊരു ദൈവം ആരാ? നമ്മൾ വിശ്വസിക്കുന്ന സൂര്യൻ ദൈവം, പിന്നെ ചന്ദ്രൻ ദൈവം, പിന്നെ അതല്ല, ഈ ഗാലക്സി ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഗാലക്സി, മൾട്ടി യൂണിവേഴ്സ് ഇങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് പോകും. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ വേണം. ഇവന്മാർ ബംഗാളികൾ ഇപ്പം സമയം ഏകദേശം 2:39 ആയേട്ടാ. ഇവന്മാർ കുറേ കോപ്പിറൈറ്റായിട്ടുള്ള പാട്ട്, തൊലി ഇതൊക്കെ വെച്ച് ഇവനൊന്നും ഉറക്കമില്ല. നായിൻ്റെ മക്കൾ രാവിലെ 1 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ. ഒന്നാമത് ഞാൻ കഴിഞ്ഞ ദിവസം വ്ളോഗ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ടനോടെ ചിക്കൻ 150 പേർക്കുള്ള ബിരിയാണി മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ എടുക്കാൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 4:50 പോയത്. എന്നിട്ട് അതായത് രാവിലെ 4:50 ആയപ്പോൾ പോയി, തിരിച്ചു വന്നപ്പോൾ 7 മണിയായി. ഇച്ചിരി നേരം കിടന്നു, അടുത്ത 1 മണിയായി ഡ്യൂട്ടിക്ക് പോയി. ഇപ്പം 2:50 എങ്ങാണ്ടായി രാത്രി. ഇവനൊന്നും ഉറക്കമില്ല കേട്ടോ. ഇനി 1 മണിക്ക്, അതേപോലെ രാവിലെ 7 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്ക്, എനിക്ക് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഡ്യൂട്ടി. 7 മണിക്കെല്ലാം ഡ്യൂട്ടി ഉള്ളവന്മാർ. ഇവനൊന്നും ഉറങ്ങാതെ കൊണാതെ പറഞ്ഞ് കൊണച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്, വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ. ഇവനെയൊക്കെ എന്താ ചെയ്യാൻ, ഇവനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്ത. പറയുന്ന കാര്യം പിന്നെ അപ്പം ഇതാരേലും ഒരാൾ
ഉണ്ടാക്കാൻ വന്നത് അതാരായിരിക്കും ആ ഒരു ദൈവം? സത്യത്തിൽ നമ്മൾ ഈ വിശ്വസിക്കാൻ 3-4 മതങ്ങളിലെ ദൈവങ്ങൾക്ക് അപ്പുറം അങ്ങനൊരു ദൈവം. നമ്മൾ ഈ ഭൂമി, ചന്ദ്രൻ, പിന്നെ സൂര്യൻ, ചന്ദ്രനെയൊക്കെ ദൈവത്തെ എന്ന് പറഞ്ഞ് നിൽക്കാതെ ഇതിനൊക്കെ അപ്പുറത്തായിട്ടൊരു ദൈവം, അങ്ങനെ ഒരു ദൈവത്തെ പറ്റി നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല. അങ്ങനെ ഊഹിക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഇത് മൈൻഡ് വേറൊരു രീതിയിൽ ആവണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലും ലഹരിയോ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടോ തിന്നിട്ടോ കുടിച്ചിട്ടോ ഒക്കെ ആയിരിക്കും. ഞാൻ ഒരു സംഭവം ചെയ്തിട്ടില്ല, ചെയ്യുന്നുമില്ല, താല്പര്യമില്ല. എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാശ് ഇല്ല കേട്ടോ ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് അതിനൊക്കെ അപ്പുറമായിട്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ജോലിക്ക് കയറിയിട്ട് 1 മാസം ആവുന്നു. 2 മാസം കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബൈക്ക് മേടിക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ മറ്റേ RTR 310. അപ്പോൾ 2 എണ്ണമാണ് ഉള്ളത് നമുക്ക് മൈൻഡിൽ, ഡ്യൂക്ക് 250 അല്ലെങ്കിൽ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വണ്ടിയാണ് നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ നല്ലത് ഡ്യൂക്കാണ്. മറ്റേത് മാത്രമല്ല, മറ്റേതിന് ഇച്ചിരി വില കൂടുതലാണ്, പക്ഷേ CCയും കൂടുതലാണ്. മറ്റേത് ഈ ടൂറിങ് കംഫോർട്ട് പോലുള്ള സെറ്റപ്പാണ്. കൊടുത്തു കഴിഞ്ഞാൽ തെറിച്ച് നിൽക്കണമെങ്കിൽ ഡ്യൂക്ക് തന്നെ വേണം കേട്ടോ. എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് മറന്നുപോയി. എന്തായാലും അടുത്ത ദിവസം ജോലി ചെയ്യുന്നവർ സമ്മതിക്കുന്നില്ല. എന്താ ചെയ്യാൻ പറ.